അപ്പോൾ ഗൈസ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മഴയായിട്ട് മാറ്റിവെച്ച യാത്ര ഇന്ന് പോവുകയാണ് കേട്ടോ. അപ്പം ഇന്ന് നല്ല ഏകദേശം തെളിഞ്ഞ കാലാവസ്ഥയാണ് അല്ലേ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, 6 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഹൈവേയിലാണ് നിൽക്കുന്നത്. നമ്മൾ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന ഹൈവേയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തൃശ്ശൂർ 1-2 സ്ഥലങ്ങളിൽ പോകണം. പിന്നെ ഗുരുവായൂരാണ് ഞങ്ങളുടെ മെയിൻ സ്പോട്ട്. അപ്പോൾ നമുക്ക് പോണ വഴിയിൽ കുറേ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാലേ സൗ. അടിപൊളി കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ നാളായി നമുക്ക് ഗുരുവായൂർ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയും ഒക്കെ വന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോകേണ്ട വന്നു. പക്ഷേ ഞങ്ങൾ ഇന്ന് നല്ല കാലാവസ്ഥ, കുറച്ച് 2-3 ദിവസം മഴ കമ്മിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേസ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു നല്ലൊരു ഗുരുവായൂർ വ്ളോഗിലേക്ക് സ്വാഗതം അല്ലേ. അവിടെ പോയിട്ട് ഭഗവാനെയൊക്കെ തൊഴുതി പറ്റിയ നല്ല ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ എടുത്തിട്ട് ഇതിലൂടെ ചേർത്തണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടെ കേസ്, ഞങ്ങളെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓക്കെ. അപ്പോൾ നമുക്ക് പോകുന്ന ചില കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. അപ്പോൾ ഹൈവേ ഫുള്ള് പണിയാണ് കേസ്. നമ്മുടെ കാഴ്ചപ്പറമ്പ് ആ ഭാഗത്തൊക്കെ ഇത് വരുന്നതുകൊണ്ട് അവിടെ പണിയാണ്. പിന്നെ ഈ കുഴൽമന്ന് എത്തുന്നതിന് മുമ്പൊക്കെ ഈ ഒരു പണല്ലേ ഇവിടെ ഫുള്ള് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് സമയമാകുമ്പോൾ, അതായത് നേരമൊക്കെ വെളുത്ത് കുറേ ആയിക്കഴിയുമ്പോൾ ഇവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കണ്ട. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് നല്ല ബ്ലോക്ക് വരുന്ന ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. റോഡുകളുണ്ട്, അവിടെയൊക്കെ കുഴിയെടുത്തിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോണത്. അപ്പോൾ എന്തായാലും അതൊക്കെ ആഹാ, ഗുരുവായൂരിലുള്ള ഈ ബോർഡ് കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. നേരെ ഗുരുവായൂർ പോയി അവിടെ പോയി അടിച്ചു പൊളിക്കാതെ ഭഗവാനെ തൊഴുതാ മെയിനായിട്ട്. മാസം ഞങ്ങൾ മിക്ക മാസവും പറ്റിയാൽ പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പറ്റുമ്പോഴൊക്കെ പോയി തൊഴുതുക. ഭഗവാൻ വിളിക്കുമ്പോൾ നമുക്ക് പോയി കാണാണ്ടിരിക്കാൻ പറ്റില്ല. മനസ്സിലിങ്ങനെ തോന്നും കേട്ടോ, ഇങ്ങനെ ഗുരുവായൂർ പോകണം. അപ്പം അങ്ങനെ ഇറങ്ങുകയാണ്. ഇതെവിടെയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ, കുണ്ടും കുഴിയും. ഒരിക്കൽ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല കുഴിയുണ്ടായിരുന്നു. ആണല്ലോ ഇവിടെ ഇതുപോലെ ഇതൊക്കെ കെട്ടുന്നതുകൊണ്ടേ അതിൻ്റെ ഒരു ഉണ്ട് കേട്ടോ. കുഴൽമന്ന് എത്തി. എന്തായാലും ചെതലിൽ പോയി എണ്ണ അടിച്ചിട്ട് നേരെ ഞങ്ങൾ പോകണ്ട കേസ്. അപ്പോൾ നമ്മൾ ഈ ഹൈവേ എന്നുള്ള ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കുറേ പാടങ്ങളും പനകളും ഒക്കെ നിറഞ്ഞ നമ്മുടെ പാലക്കാടിൻ്റെ ഭംഗി ഈ ഹൈവേയിൽ പോകുമ്പോൾ കാണാൻ കേട്ടോ. കുറേ സ്ഥലങ്ങളുണ്ട് ഇതേപോലെ. നല്ല രസമാണ് രാവിലെ പോകുമ്പോഴും. നല്ലൊരു അല്ലേ, അടിപൊളി കേട്ടോ. നല്ല കാണാൻ നല്ല സുന്ദരമായ ചില കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ പോകാം. ഈ ഹൈവേയിലൂടെ പോകുമ്പോഴും കിട്ടുന്ന ചില കാഴ്ചകളാണ് ഇത്. അപ്പോൾ ചെതലിയിലെ പെട്രോൾ പമ്പിൽ ഉണ്ടാ കേസ് നമ്മളെ വന്ന് എണ്ണ അടിച്ചിട്ട് പോവാൻ വേണ്ടി. ഏകദേശം ഒരു 300 റുപ്യക്ക് അടിച്ചു അല്ലേ. 300-നായ ഫുള്ളായില്ല കേട്ടാ. 300 കറക്റ്റ് 300 റുപ്യ കേട്ടാ, ഫുള്ളായി. അപ്പോൾ ഈ വണ്ടിയിലാണ് കേസ് നമ്മൾ ഗുരുവായൂർ പോണത്. അപ്പോൾ ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗുരുവായൂർ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ആലത്തൂർ കേട്ടോ. അപ്പോൾ ഒരു കടയിൽ വന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ചൂടോടെ ചായ ഉണ്ട് ഇല്ല സോ, നമുക്ക് കുടിച്ചാലോ. ഇന്ന് രാവിലെ ഇറങ്ങിയതാണേ. രാവിലെ പറഞ്ഞ് 5 മണിക്കൊക്കെ എണിച്ച് റെഡിയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ചായ രാവിലെ എണിച്ചിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പോകണമല്ലോ സോ. അടിപൊളിയാണ് യാത്ര പോകുമ്പോൾ ഇങ്ങനെ ഇടയിൽ അവർ ചായയൊക്കെ കുടിച്ച് അല്ലേ. അപ്പോൾ കേസ് ഞങ്ങളങ്ങനെ വടക്കഞ്ചേരിയിലുള്ള പന്നിയങ്കര ടോൾ പാസയിൽ എത്തിയിട്ടാ. അപ്പോൾ നമുക്ക് എന്താണ് രാവിലെ ആയതുകൊണ്ട് അധികം ഈ ഭാഗത്തൊന്നും തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ ടൈമൊക്കെ തുടങ്ങുന്ന സമയത്താണ് തിരക്ക് വരിക. നമുക്കങ്ങനെ ഈ ലെഫ്റ്റ് ചേർന്നിട്ട് ഓട്ടോകളൊക്കെ പോകുന്ന ഈ വഴിയിലൂടെ ഇങ്ങനെ പോവാട്ടോ. നമുക്ക് എന്താ പറയുക, 2-3 വീലർ വണ്ടിയൊക്കെ പോകുന്ന ആ വഴിയിലൂടെ ഇങ്ങനെ നമുക്ക് പോവാം. അടിപൊളി അല്ല സമയം. രാവിലെ എണിച്ചിട്ടുള്ള ഈ യാത്രകൾ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ രാവിലെ എണീറ്റത് അല്ലേ. 5 മണിക്ക് എണിച്ച് റെഡിയാകാമെന്നാണ് വിചാരിച്ചു. പക്ഷേ 4:30 ആകുമ്പോഴേക്കും, 4:30 അല്ല അല്ലേ, എത്ര മണി 4:30 കറക്റ്റ് 4:30 ആകുമ്പോഴേക്കും തന്നെ ഉറക്കം
ഉണർന്നു കേട്ടോ. ശരിയെന്ന് പറഞ്ഞെല്ലാം റെഡിയായി 5:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ലോട്ടറി എടുത്തിട്ട് പോകാം. ഫസ്റ്റ് ചേട്ടൻ്റെ അടുത്ത് കണ്ട് ലോട്ടറി എടുത്തിട്ട് പോകാം അല്ലേ? ഓക്കെ, അടിച്ചാൽ നോക്കാം. 1488 ഉണ്ട് അല്ലേ? ഇതിന്റെ 36 എവിടെ? ഇതെന്തോ അല്ല, ഇതിന്റെ വേറെ നമ്പർ ഒന്നുമില്ല. ഓ, ഇത് എന്റെ വണ്ടി നമ്പർ 7636. ഓ, ഇതേ വണ്ടി നമ്പറേ. അപ്പോ വേറെ വേണ്ടത് ഇതിത്തെ ഒന്ന് എടുക്ക്. അത് പൊട്ടിക്കില്ലേ? അപ്പൊ അതിലത്തെ ഒന്ന് എടുക്കേ. ഇതാ മറ്റേ 37. ഓക്കെ, രണ്ടെണ്ണം. ഇതില് വേറെ വരി ഉണ്ടാ? 44 വേണ്ട 44 84 ഉണ്ട് അല്ലേ? ഓക്കെ, ശരി ഇതാ 3 കേട്ടോളെ. 44 84 76 37 14 80. ഓക്കെ. സോ അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് 3 ലോട്ടറി ഒക്കെ എടുത്തു കേട്ടാ. മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി. 1-ാം തീയതി അല്ലേ അടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാട്ടാ. അതെ, ഇന്ന് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 1-ാം തീയതി കേട്ടാ. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോകുന്നത് അല്ലേ? പ്രതീക്ഷിതമായിട്ട് 1-ാം തീയതി ആയി. ഞാൻ ഡേറ്റ് സത്യം പറഞ്ഞാൽ മറന്നുപോയി കേസ്. നാളെയാണ് 1-ാം തീയതി പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അപ്പോൾ ടോൾ പാസയൊക്കെ കഴിഞ്ഞിട്ട് പോകുകയാണ്. നല്ല രസമുണ്ട് ഈ രാവിലെയുള്ള യാത്ര അല്ലേ? ഞങ്ങൾ കുറേ തവണ ഈ സമയത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വേനൽക്കാലം ആകുമ്പോൾ ഈ നേരം ആകുമ്പോഴേക്കും സൂര്യനൊക്കെ ഉദിച്ച് അതൊരു പ്രത്യേക വേറൊരു വൈബാണ് അല്ലേ? ഇപ്പോൾ മഴക്കാലത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഗുരുവായൂർ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് മഴക്കാലത്ത് ഈ ബൈക്കിൽ എൻ്റെ വണ്ടിയിൽ തന്നെ പോണത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും അല്ലേ, പോണ മുമ്പ് ഞങ്ങൾ ചിലപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി തൊഴുതിയിട്ട് തന്നെ പോകുള്ളൂ കേട്ടോ. അവിടെ പോകണം. പിന്നെ തൃശ്ശൂർ നമ്മുടെ പോണ വഴിയിൽ 1-2 നല്ല അടിപൊളി കാഴ്ചകൾ കാണുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ കേസ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോകെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങളെയും കൂട്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോവാണ്. അപ്പോൾ എല്ലാവരും വരിക. ഓക്കെ. കുതിരാൻമല ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ കേട്ടോ. ഈ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുതിരാൻ ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും, പഴയ റോഡ്. ഇപ്പം നമ്മൾ കുതിരാൻ തുരങ്കത്തിലൂടെയാണല്ലോ പോണത്. നല്ല രസമാണ് ഈ രാവിലെ. ആ മലകളുടെ മേലെ മഞ്ഞുകൾ ഇങ്ങനെ നിൽക്കുന്നതാകണല്ലേ ഗൈസ്, അടിപൊളിയായിട്ട് അല്ലേ? ഇപ്പൊ കുതിരാൻ ടണലിലെത്തുന്ന മുമ്പുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ ഈ രാവിലെ നേരത്ത് കാണുന്ന കാഴ്ചകളില്ലേ? ഓ, മഞ്ഞിങ്ങനെ ഇറങ്ങി പോണു. അടിപൊളി. നല്ല ഭംഗിയുണ്ട് കേട്ടാ. ആ ഭാഗത്തും നല്ല കോടയൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. എത്രയോ തവണ പറഞ്ഞതാണ് കുതിരാൻ ഈ തുരങ്കം ഓപ്പണായ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ കിട്ടിയ ആ ഫീൽ ഉണ്ടല്ലോ, അതൊരു അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് കുതിരാൻ ഒരു ടണലിലൂടെ യാത്ര ചെയ്ത ഫീല് അടിപൊളിയായിരുന്നു കേട്ടാ. എന്തായാലും അടിപൊളി. പിന്നെ എന്താ പറയുക, നമ്മൾ യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഏത് വണ്ടിയിലും എങ്ങോട്ട് വേണമെങ്കിലും യാത്ര പോകാട്ടെ കേസ്. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബൈക്കിൽ തന്നെ എങ്ങനെയാണ് ഒരുപാട് ദൂരത്തിലൊക്കെ പോകുന്നത്. അതായത് വീൽ സെറ്റ് ചെയ്ത വണ്ടിയാണല്ലോ എൻ്റെ. അപ്പോൾ കുറേ കാലം എവിടെയും പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരുന്ന കുറേ വർഷങ്ങൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാതെ ഇരുന്ന ആ സമയമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതിൽ നിന്നൊക്കെ മാറി സൗവിനെ കല്യാണം കഴിച്ച ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോ യാത്രകൾ, ഈ വണ്ടിയും 2 വീൽ സെറ്റ് ചെയ്ത വണ്ടിയും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇതുപോലുള്ള ഓരോ യാത്രകൾ പോകാൻ തുടങ്ങിയിട്ടാണ്. അതുകൊണ്ടാണ് എന്താ പറയുക, ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഓരോ യാത്രകൾ പോകണം കേട്ടോ. വളരെ സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട് ഇതേപോലെയൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയൊക്കെ ഉള്ള കേസ്. കുതിരാനിലൂടെ പോകുമ്പോൾ നല്ല രസമാണ്, കണ്ടില്ലേ? അടിപൊളി. ഇത് പ്രത്യേക സൗണ്ടാണ് ഇവിടെ, ഊന്ന് പറഞ്ഞൊരു സൗണ്ടാണ്.
തിരക്കൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടാ. ഈ കുതിര മറ്റേ ടണലില് തിരക്കൊക്കെ വരുന്നേ ഉള്ളൂ. ഈ ടണല് കഴിഞ്ഞ് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു വെളിച്ചമാണ് കേട്ടോ. അത് ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും ഒരു ഫീൽ ചെയ്യാനുള്ള ഒരു ഇതാണ് അല്ലേ. നമ്മൾ ഈ ഇരുട്ടത്തുനിന്ന് അങ്ങനെ വെളിച്ചത്തിലേക്ക് വരുന്ന ആ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗം അടിപൊളിയാണ്. നമുക്ക് വെള്ളച്ചാട്ടം, ആഹാ, നന്നായി അവിടെ വെള്ളം വരുന്നുണ്ട് മഴക്കാലമായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് ഗൈസ്. ഞങ്ങൾ നമ്മുടെ ഒല്ലൂക്കര കഴിഞ്ഞിട്ടുള്ള ഒരു തൃശ്ശൂർ ഒല്ലൂക്കരൻ്റെ ആ ഭാഗത്തുള്ളൊരു മിഥിലാപുരി എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ. ഇവിടെ നല്ല ആംബിയൻസ് ആണ്. ഞങ്ങൾ ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെ വരാറുണ്ട്. സൗമ്യേ, കുതിരാൻ കഴിഞ്ഞതും നല്ല മഴ പെയ്തു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ പിന്നെ കോട്ടൊക്കെ ഇട്ടിട്ട് നേരെ വന്നു. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ബ്ലോക്കും ഉണ്ടായിരുന്നു, നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ തന്നെ ഒല്ലൂക്കര, തൃശ്ശൂർ നമ്മൾ പാലക്കാടും തൃശ്ശൂർ കയറി കുറച്ച് വന്നു കഴിഞ്ഞാൽ ഒരു മിഥിലാപുരി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. നല്ലൊരു ഹോട്ടലാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുമ്പോൾ കഴിക്കുന്ന, ഇവിടെ നിർത്തി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല വൃത്തിയുള്ള നല്ല ബാത്റൂമും ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ യാത്രയിലൊക്കെ വരുമ്പോഴേ ഞങ്ങളിങ്ങനെ ഓരോ യാത്രകളൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും കഴിക്കാൻ നിർത്തുമ്പോഴാണ് ഈ ടോയ്ലറ്റിലൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് വരുമ്പോഴേ. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നത്. പിന്നെ ഇവിടുത്തെ മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റുള്ളതാണ്. പിന്നെ ഊണ് അല്ലേ, ഊണും അടിപൊളിയാണ് കേട്ടോ, ഉച്ചക്കലത്തെ ഊണ്. അപ്പോൾ അതൊക്കെ കഴിക്കാതെ കൊണ്ടാണ് ഞങ്ങൾ നിന്നത്. എന്തായാലും മസാല ദോശയും നെയ് റോസ്റ്റും വരുന്നുണ്ട് നമുക്ക്. മസാല അവിടെ മസാല. അപ്പോൾ നല്ല തണുത്ത് കുറച്ച് കൈയൊക്കെ കുതിർന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നല്ല ഭംഗിയിൽ കണ്ടല്ലേ മസാല ദോശ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. സോറി, ഇത് നെയ് റോസ്റ്റാണ് അല്ല, ആവി പറക്കണമല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കഴിച്ചിട്ട് കാണാം കേട്ടോ. സൗമ്യം മസാല ദോശയാണ്, കാണിച്ചു തരാം. അല്ല, ഞാൻ നെയ് റോസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി നെയ് റോസ്റ്റ്. 3-4 തരം കറികളുണ്ട്. ഇത് സാമ്പാർ, ഇത് ഏതോ തരം ഒരു അച്ചാർ, പിന്നെ ഇത് പുതിന, സോറി ഇതൊരു ചട്നിയാണ് കേട്ടോ. പിന്നെ ഇത് പുതിന ചട്നി, ഇത് പിന്നെ നമ്മുടെ തേങ്ങ ചട്നി. അല്ല സൗമ്യക്ക് പിന്നെ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മസാല ദോശയാണ് കഴിക്കുക. ഇവിടുത്തെ ആംബിയൻസ് ആണ് ഗൈസ്. നല്ല ചെറിയൊരു ഇരുട്ടും പിന്നെ ഇങ്ങനെ വരിയായിട്ട് നിറയെ വാം ലൈറ്റുകളൊക്കെ തൂക്കിയിട്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തിരക്കില്ല വരുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് കാണാം അല്ലേ സാർ. അപ്പോൾ ചൂടോടെ നല്ല ഉഴുന്ന വടയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട്. ഇത് ചട്നിയൊക്കെ മുക്കിയിട്ട് കഴിച്ചാ അതമ്മേ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റൗണ്ട് എത്താനായിട്ട് കഴിച്ചു. അപ്പോൾ ഇവിടെ ഫുള്ള് കോളേജ് ടൈമാണ് അല്ലേ, സ്കൂൾ കുട്ടികൾ പോണ സമയമാണ് കേട്ടോ. നല്ല തിരക്കാണ് ഇത്. മതി. അപ്പോൾ കേസ് അങ്ങനെ ഞങ്ങൾ വടക്കനാഥ ക്ഷേത്രത്തിലെത്തിയിട്ട് അകത്ത് പോയി ഭഗവാനെയൊക്കെ തൊഴുതിയിട്ട് ഞങ്ങൾ വെളിയിൽ വന്നിട്ട് ഈ തിറ്റിൻ്റെ അവിടെ ഇരിക്കുകയാണ്. ബാക്കിൽ നിറയെ അങ്ങനല്ലേ ആളുകളൊക്കെ വന്ന് തൊഴുതിയിട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടാകും. പിന്നെന്താ, കുറേ നാൾ തൃശ്ശൂർ പൂരത്തിന് ശേഷം, അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷനാണ് ഞങ്ങൾ ഇവിടെ വന്നത് കേട്ടോ. അന്ന് നല്ല തിരക്കായിരുന്നു. ഇന്ന് ഈ അതിരാവിലെ നല്ല രസമുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയായില്ലേ.
9 മണിയൊക്കെ ആയിട്ടാ. മഴക്കാറ് ഉണ്ട്, എന്താ പക്ഷേ മഴ വന്നിട്ടില്ല. ചെറിയൊരു വെയിലിൻ്റെ ചൂടും ഉണ്ട് കേട്ടോ. നല്ലൊരു മനസ്സിന് സമാധാനമായിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഇനി നേരെ ഞങ്ങൾ നമ്മുടെ തൃശ്ശൂർ സ്നേഹതീരം ബീച്ചിൽ പോകണം. അവിടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പകല് ഈ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടൊക്കെ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാട്ടെ, അവിടെ ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടി എടുക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് ഫുള്ള് തൃശ്ശൂർ ഏതോ വൈകുന്നേരം ഞങ്ങൾക്ക് 3 മണിക്കാണ് ഗുരുവായൂരിലെത്തേണ്ടത്. 3 മണിക്കാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. റൂമിൽ പോകും. ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ റൂമിൽ പോകണം. നമ്മളൊന്ന് ഫ്രഷായി കണ്ട് അമ്പലത്തേക്ക് പോകണ്ട കേസ്.